സാധനം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെയും പ്രസിഡന്റിന്റെയും വീട്ടിലെ അടുക്കളയെ കൊണ്ടുവരും. മാലിന്യമുക്ത നവകേരള ഗ്രാമപഞ്ചായത്ത് വേസ്റ്റ് ഇടാൻ വേണ്ടി കൊണ്ടുവച്ച സാധനമാണിത്. നാട്ടുകാർ പരാതി കൊടുത്തപ്പം ഇപ്പോഴത്തെ സർക്കാരല്ല പഴയ സർക്കാരാണ് എന്ന് വെച്ചാൽ സർക്കാരിനെ പറയുന്നു ഈ വേസ്റ്റ് ഇവിടെ വന്ന് അളിഞ്ഞു പുളിഞ്ഞു പോവാ. നിങ്ങൾ തന്നെ നോക്ക്, പകർച്ചവ്യാധികളാണ്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനൊക്കെ സത്യം പറയുന്ന നിന്റെയൊക്കെ അടുക്കളയിൽ കൊണ്ട് ഈ സാധനം ഇട്ട് തരണം. ഈ സാമാനം ഇലച്ച സമയത്ത് റോഡ് സൈഡിൽ മൊത്തം കൊണ്ടുവച്ച് എന്തോ വലിയ സംഭവം അറിയിക്കാൻ വേണ്ടി, ഇവിടുത്തെ പഞ്ചായത്ത് എന്തോ വലിയ സംഭവം അറിയിക്കാൻ വേണ്ടി കൊണ്ടുവച്ചാണ്. മാലിന്യമുക്ത കേരളമാക്കണം, മറ്റേതാക്കണം, മറിച്ചാക്കണം. ഈ സാധനം ഇതിനകത്ത് കൊണ്ടുവച്ച് ഇത് എടുത്തോണ്ടും അറിയത്തില്ലേ. നീയൊക്കെ എത്ര രൂപയാണ് ഒരു വീട്ടിൽ നിന്ന് ഹരിതകർമ്മസേനയെന്നും മറ്റേതെന്നും പറഞ്ഞ് മേടിക്കുന്നത്? കൊടുത്തില്ലെങ്കിൽ ടാക്സ് അടയ്ക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ഈ വേസ്റ്റ് ബിൻ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വേസ്റ്റ് ഇടും. അത് എത്ര ഇടാം എന്തൊക്കെ ഇടണമെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഈ വേസ്റ്റ് തിരിച്ച് എടുത്തോണ്ട് പോകണം. ഈ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് കുറെ മെമ്പർമാരും ഉണ്ട്, കുറെ രാഷ്ട്രീയക്കാരന്മാരും ഉണ്ട്. അവന്മാരുടെയൊക്കെ വയറ് വീർക്കാനും അടുക്കള നിറയാനും കുറെ സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊന്നും എടുത്തോണ്ട് പോകത്തില്ല. 10 വോട്ട് കിട്ടാൻ വേണ്ടി നീയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന സാധനമൊന്നും ഇതൊക്കെ. അവിടെ ഒരു അമ്പലമുണ്ട്, ഇവിടെ ഒരു പള്ളിയുണ്ട്. അതും പോട്ടെ, ഇവിടാണ് കൊച്ചു കുട്ടികൾ ബസ് കയറാൻ നിൽക്കുന്നത്. 1000 രൂപ 5000 രൂപ പിഴ ഈടാക്കുന്ന പറയുന്നത് വേസ്റ്റ് പൊതു സ്ഥലങ്ങളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഇവിടെ കൊണ്ടിട്ട് ഇവന്മാർ എടുത്തോണ്ട് പോയില്ലെങ്കിൽ എന്തോ പറയണം നമ്മൾ? ഇവിടുത്തെ പഞ്ചായത്തിലുള്ള കഴിവില്ലാത്ത ആൾക്കാരോട് പറയുവാണ്, ദയവ് ചെയ്ത് കൊണ്ടുപോകണം. ഒരുപാട് പിള്ളേരുള്ളതാണ്. തൊട്ട് ഫ്രണ്ടിൽ ഒരു പള്ളി ഉള്ളതാണ്. അതിന്റെ മര്യാദയെങ്കിലും ഈ പഞ്ചായത്ത് കാണിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.